വെൽക്കം ടു യുബോർഡ്സിന്റെ പുതിയൊരു സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യൂഎൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നമ്പേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമ്പേഴ്സിനെ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണെടാ, റിയൽ നമ്പേഴ്സും. ഫസ്റ്റ് വൺ എന്താണ്, റിയൽ നമ്പേഴ്സും. സെക്കൻഡ് എന്താണ്, ഇമാജിനറി നമ്പർ. ഇമാജിനറി നമ്പേഴ്സ് അല്ലെങ്കിൽ അവരെന്ത് വിളിക്കും, കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് വിളിക്കും അല്ലെ. ഇമാജിനറി നമ്പേഴ്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, നമ്മുടെ സിലബസിൽ നമുക്ക് എന്തില്ല, ഇമാജിനറി നമ്പേഴ്സിനെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. നമുക്ക് എല്ലാം എന്തിനെ കുറിച്ചാണുള്ളത്, റിയൽ നമ്പേഴ്സിനെ കുറിച്ചാണുള്ളത്. ഓക്കെ, ഇനി എന്താണ് ഇമാജിനറി നമ്പേഴ്സും റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്പർ ലൈൻ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, റിയൽ നമ്പേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന മെജോറിറ്റി നമ്പേഴ്സും എന്താണ്, റിയൽ നമ്പേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ 1, 2, 0.1, 0.3, 1/2, പിന്നെ 2.5 എക്സെട്ര എല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്, റിയൽ നമ്പേഴ്സിന് എക്സാമ്പിൾ ആണ്. ഈ ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്പർ ലൈൻ റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് നമ്മൾ എന്ത് വിളിക്കാൻ പറ്റും, ഇമാജിനറി നമ്പേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വാല്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ നമ്പർ ലൈൻ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ റൂട്ട് ഓഫ് -1 ഇവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്പർ ലൈൻ എന്ത് ചെയ്യാൻ പറ്റില്ല, റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ റൂട്ട് ഓഫ് -1 നമ്മൾ എന്ത് വിളിക്കും, ഐ എന്ന് വിളിക്കും. ഓക്കെ, ഐന്റെ വാല്യൂ എന്താണ്, റൂട്ട് ഓഫ് -1 ആണ്. ഓക്കെ, സോ ഈ അങ്ങനെയാണെങ്കിൽ ഐ സ്ക്വയർ എന്ത് വരും അല്ലെ, ഒരു സ്ക്വയർ റൂട്ടിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ സ്ക്വയർ റൂട്ട് പോകും. സോ ഐ സ്ക്വയറിന്റെ വാല്യൂ എന്ത് കിട്ടും, -1 എന്ന് കിട്ടും അല്ലെ. ഐ സ്ക്വയറിന്റെ വാല്യൂ എന്താണ്, -1 ആണ്. ഐ ക്യൂബിന്റെ വാല്യൂ എന്ത് കിട്ടും, നമുക്ക് ഐ ക്യൂബിന് എങ്ങനെ എഴുതാൻ പറ്റും, ഐ സ്ക്വയർ ഇൻറ്റു ഐ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഐ സ്ക്വയർ ഇൻറ്റു ഐ എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താണ്, ഐ ക്യൂബ് ആണ്. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണടാ, -1 ആണ്. -1 ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, -i എന്ന് കിട്ടും. സോ ഐ ക്യൂബിന്റെ വാല്യൂ നമുക്ക് എന്താണ്, -i ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണ്ട, ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട. നമുക്ക് ആരെ കുറിച്ച് മതി, നമ്മുടെ ആളാരാണ്, റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇനി റിയൽ നമ്പേഴ്സിനെ വീണ്ടും രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്, റാഷണൽ നമ്പേഴ്സ്. എന്താണ്, റാഷണൽ നമ്പേഴ്സ്. അടുത്ത എന്താണ്, ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ, എന്താണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, Q എന്താകരുത്, Q not is equal to 0. അതേപോലെ തന്നെ P and Q എന്തായിരിക്കണം, ഇൻഡിജേഴ്സ് ആയിരിക്കണം. P യും Q എന്തായിരിക്കണം, ഇൻഡിജേഴ്സ് ആയിരിക്കണം. അപ്പൊ റിയൽ നമ്പേഴ്സിനെ നമുക്ക് രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഏതാണ്, റാഷണൽ നമ്പേഴ്സും. അടുത്ത ഏതാണ്, ഇറാഷണൽ നമ്പേഴ്സും. ഓക്കെ, ഈ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനും നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ P/Q ഫോമിൽ എഴുതുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഉണ്ട്. Q എന്താകരുത്, 0 ആകരുത്. P യും Q എന്തായിരിക്കണം, ഇൻഡിജേഴ്സ് ആയിരിക്കണം. ഇനി ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്, P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, സോ റാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾ പറയുമ്പോൾ നമുക്കറിയാം 1 എന്താണ്, ഒരു റാഷണൽ നമ്പർ ആണ് അല്ലെ. 1 ഒരു ഇൻഡിജർ ആണ്. ഇൻഡിജർ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 1/1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ 2, 3 എല്ലാം എന്താണ്, റാഷണൽ നമ്പേഴ്സ് ആണ്. -1, -2, -3 എന്താണ്, റാഷണൽ നമ്പേഴ്സ് ആണ്. 0.1, 0.2, 0.3, 0.4 അങ്ങനെ ഡെസിമൽ നമ്പേഴ്സും എന്താണ്, ചില ഡെസിമൽ നമ്പേഴ്സ് എന്താണ്, റാഷണൽ നമ്പേഴ്സ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് നോക്കാം. ഓക്കെ, ഈ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ √2, √3, √4 വരില്ല. എന്തുകൊണ്ടാ, √4ന്റെ വാല്യൂ എത്രയാണ്, 2 ആണ്. അത് എന്തിലോട്ട് പോകും, റാഷണൽ നമ്പറിലോട്ട് പോകും. ഓക്കെ, √5 എക്സെട്ര എല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്, ഇറാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾ ആണ്. ഇനി എന്റെ ചോദ്യം, പൈ എന്ന് പറഞ്ഞാൽ എന്തിന്റെ അണ്ടറിൽ വരും?
പൈ എന്ന് പറയുമ്പോൾ എന്താണ്? പൈന്റെ വാല്യൂ എന്താണ്? 22/7 ആണ് അല്ലെ? പൈയുടെ വാല്യൂ എന്താണ്? 22/7 ആണ്. ഇങ്ങനെ 22/7 എഴുതിയത് കൊണ്ട് നമ്മൾ എന്ത് വിചാരിക്കും? അത് P/Q ഫോർമുല അല്ലേ എഴുതിയത്? അപ്പം പൈ എന്താണ്? റാഷണൽ നമ്പർ ആണെന്ന് വിചാരിക്കും. പക്ഷെ പൈ എന്തല്ല? റാഷണൽ നമ്പർ അല്ല. പൈ ഒരു എന്താണ്? ഒരു ഇറാഷണൽ നമ്പർ ആണ് എന്തെന്ന് പറയുന്നത് പൈ എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പൈയുടെ കറക്റ്റ് വാല്യൂ എന്തല്ല? 22/7 അല്ല. ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് പൈ ഈസ് 22/7. അതായത് പൈയുടെ ഏകദേശ വാല്യൂ ആണ്, ഏകദേശ വില ആണ് എന്തെന്ന് പറയുന്നത് 22/7 എന്ന് പറയുന്നത്. അതുകൊണ്ട് പൈ എന്തിന്റെ അണ്ടറിലാണ്? ഇറാഷണൽ നമ്പറിന്റെ അണ്ടറിലാണ്. ഓക്കെ, സോ റിയൽ നമ്പേഴ്സിനെ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യാം, റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും. റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ P/Q ഫോർമുല എഴുതാം, ഇറാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ P/Q ഫോർമുല എഴുതാൻ പറ്റില്ല. റാഷണൽ നമ്പറിന് കുറെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഈ റാഷണൽ നമ്പറിന് എക്സാമ്പിൾ √2, √3, √5 ആൻഡ് പൈ. ഓക്കെ, ഈ റാഷണൽ നമ്പേഴ്സിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഇന്റീജേഴ്സ്. ഓക്കെ, എന്താണ് ഇന്റീജേഴ്സ് എന്ന് പറയുമ്പോൾ? ഇന്റീജേഴ്സ് എന്ന് പറയുമ്പോൾ P/Q ഫോർമുല എഴുതുമ്പോൾ അവിടെ Q എന്തായിരിക്കും? 1 ആയിരിക്കും. അങ്ങനത്തെ കേസിനാണ് എന്തെന്ന് പറയുന്നത്? ഇന്റീജേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 1, 2, 3, 4, 5, അതേപോലെ -1, -2, -3, -4 എല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? 0 എല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഇന്റീജേഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഈ ഇന്റീജേഴ്സിനെ വേണമെങ്കിൽ അല്ലെങ്കിൽ ഈ അടുത്ത ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ കൗണ്ടിങ് നമ്പേഴ്സും, ഓൾ കൗണ്ടിങ് നമ്പേഴ്സ് ഈസ് നോൺ ആസ് നാച്ചുറൽ നമ്പേഴ്സ്. അതായത് എണ്ണൽ സംഖ്യകളെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. അതായത് 1, 2, 3, 4, 5, 6 അപ് ടു ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ നമ്പേഴ്സും എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇനി ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ, ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ നാച്ചുറൽ നമ്പറിന്റെ കൂടെ 0 കൂടി ആഡ് ചെയ്യുമ്പോൾ അവരെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഹോൾ നമ്പേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ 0, 1, 2, 3, 4, 5, 6 എക്സെട്ര എന്തിന് എക്സാമ്പിൾ ആണ്? ഹോൾ നമ്പേഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഇന്റീജേഴ്സ് നമുക്ക് വേണമെങ്കിൽ എന്താക്കാം? രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്ന് നാച്ചുറൽ നമ്പർ, അടുത്ത എന്താണ്? ഹോൾ നമ്പർ എന്ന് വിളിക്കാം. ഓക്കെ, നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 എന്നാണ്, ഹോൾ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്? 0 എന്നാണ്. നാച്ചുറൽ നമ്പറിന്റെ കൂടെ 0 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞത് എന്തായിരിക്കും? ഹോൾ നമ്പർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഈവൻ നമ്പേഴ്സ്. എന്താണ് ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? എ കൗണ്ടിങ് നമ്പർ ഡിവിസിബിൾ ബൈ 2 ഈസ് കോൾഡ് ഈവൻ നമ്പേഴ്സ്. അതായത് ഒരു കൗണ്ടിങ് നമ്പർ 2 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഈവൻ നമ്പേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ഏതൊക്കെയാണ്? 0, 2, 4, 6, 8 എല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഈവൻ നമ്പേഴ്സിന് എക്സാമ്പിൾ ആണ്. ഇനി ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പേഴ്സ് അല്ലാത്ത നമ്പേഴ്സ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഓഡ് നമ്പേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. എ കൗണ്ടിങ് നമ്പർ നോട്ട് ഡിവിസിബിൾ ബൈ 2. ഒരു കൗണ്ടിങ് നമ്പർ എന്തല്ല? 2 കൊണ്ട് ഡിവിസിബിൾ അല്ലെങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഓഡ് നമ്പേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ഇനി രണ്ട് ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഈവൻ നമ്പറും ഒരു ഈവൻ നമ്പറും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വേറൊരു ഈവൻ നമ്പർ കിട്ടും. ഫോർ എക്സാമ്പിൾ 2 + 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 4 ആണല്ലോ കിട്ടുന്നത്. സോ രണ്ട് ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? വേറൊരു ഈവൻ നമ്പർ കിട്ടാം. ഇനി അതേപോലെ ഒരു ഓഡ് നമ്പറും വേറൊരു ഓഡ് നമ്പറും ആഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു ഈവൻ നമ്പർ ആണ് കിട്ടുന്നത്. അതായത് 1ഉം 3ഉം ആഡ് ചെയ്ത് എന്താ കിട്ടുന്നത്? 4 അല്ലേ കിട്ടുന്നത്? ഒരു ഈവൻ നമ്പർ അല്ലേ കിട്ടിയത്? സോ രണ്ട് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു ഈവൻ നമ്പർ ആണ് കിട്ടുക. ഇനി അതേപോലെ തന്നെ ഒരു ഈവൻ നമ്പറും ഒരു ഓഡ് നമ്പറും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു ഓഡ് നമ്പർ ആണ് കിട്ടുക. ഫോർ എക്സാമ്പിൾ 2 + 3 എന്താ കിട്ടുന്നത്? 5 അല്ലേ കിട്ടുന്നത്? അപ്പൊ ഒരു ഈവൻ നമ്പറും ഓഡ് നമ്പറും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു ഓഡ് നമ്പർ ആണ് കിട്ടുക. ഇനി ഒരു ഈവൻ നമ്പർ വേറൊരു ഈവൻ നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? മറ്റൊരു ഈവൻ നമ്പറാണ് കിട്ടുക. ഫോർ എക്സാമ്പിൾ 4 2 മൈനസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 2 അല്ലേ കിട്ടുന്നത്? അല്ലെ, ഒരു ഈവൻ നമ്പറിന്ന് വേറൊരു ഈവൻ നമ്പർ മൈനസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഒരു ഈവൻ നമ്പർ ആണ് കിട്ടുക. ഓക്കെ, ഇനി ഒരു ഓഡ് നമ്പറിന്ന് ഒരു ഓഡ് നമ്പർ മൈനസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഒരു ഈവൻ നമ്പർ ആണ് കിട്ടുക. ഫോർ എക്സാമ്പിൾ 7 5 മൈനസ് ചെയ്തു, എത്ര കിട്ടും? 2 എന്ന് കിട്ടുമല്ലോ. സോ ഒരു ഓഡ് നമ്പറിന്ന് വേറൊരു ഓഡ് നമ്പർ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക?
ഒരു ഈവൻ നമ്പർ ആണ് കിട്ടുക. ഒരു ഈവൻ നമ്പർ ഓഡ് നമ്പർ മൈനസ് ചെയ്യുമ്പോൾ, അതായത് 4 1 മൈനസ് ചെയ്തു, ഒരു ഈവൻ നമ്പർ ഓഡ് നമ്പർ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും. സോ അതെന്താണ്? ഒരു ഓഡ് നമ്പർ ആണ്. ഓക്കെ, സോ ഈവൻ നമ്പറിൽ നിന്ന് ഓഡ് നമ്പർ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഓഡ് നമ്പർ കിട്ടുമല്ലോ. ഞാൻ അടുത്ത് നോക്കാം, ഓഡ് നമ്പറിൽ ഒരു ഈവൻ നമ്പർ മൈനസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ 5 2 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. അപ്പൊ ഓഡ് നമ്പറിന് ഈവൻ നമ്പർ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഓഡ് നമ്പർ ആണ് കിട്ടുക. ഓക്കെ, ഇനി ഒരു ഈവൻ നമ്പർ ഇൻറ്റു ഈവൻ നമ്പർ, രണ്ട് ഈവൻ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വേറൊരു ഈവൻ നമ്പർ കിട്ടും. ഫോർ എക്സാമ്പിൾ 2 into 4 അല്ലെ, 2 into 4 എത്രയാണ്? 8 ആണ്. സോ ഈവൻ നമ്പേഴ്സ്, രണ്ട് ഈവൻ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വേറൊരു ഈവൻ നമ്പർ കിട്ടും. അതേപോലെ തന്നെ രണ്ട് ഓഡ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ 3 into 5 which is equal to 15 അല്ലെ, രണ്ട് ഓഡ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഓഡ് നമ്പർ കിട്ടും. അതുപോലെ ഈവൻ ഇൻറ്റു ഓഡ് നമ്പർ അല്ലെ, ഈവൻ ഇൻറ്റു ഓഡ് നമ്പർ, ഒരു ഈവൻ നമ്പറും ഓഡ് നമ്പറും, ഫോർ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ 2 into 3 6 ആണ് അല്ലെ. ഒരു ഈവൻ നമ്പറും ഓഡ് നമ്പറും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈവൻ നമ്പേഴ്സ് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈവൻ നമ്പർ എന്താണെന്ന്, ഓഡ് നമ്പേഴ്സ് എല്ലാം എന്ന് അറിയാം. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പ്രൈം നമ്പേഴ്സ് ആണ്. ഇനി എന്താണ് പ്രൈം നമ്പേഴ്സ് നോക്കുമ്പോൾ നോക്കിയേ, ഇപ്പൊ 2 നോക്കിക്കഴിഞ്ഞാൽ, ഒരു നമ്പർ 2 എടുത്തു കഴിഞ്ഞാൽ അതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 2 എടുത്തു കഴിഞ്ഞാൽ 2ന് 2 ഫാക്ടേഴ്സ് അല്ലെ, 1 ഉണ്ട് 2 ഉണ്ട്. എന്താണ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒരു നമ്പറിനെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ 2നെ നമുക്ക് ഏത് നമ്പേഴ്സിനെ കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? 1നെ കൊണ്ടും 2നെ കൊണ്ടും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 2 എന്താണ്? 2ന്റെ ഫാക്ടേഴ്സ് 2 ഉണ്ട്, 1 2 ഉണ്ട്. ഈ 3ന്റെ ഫാക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ, 3ന്റെ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ ഏതൊക്കെ കിട്ടും? 1 കിട്ടും, 3 എന്ന് കിട്ടും. ഈ 4ന്റെ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ 1 2 4 എന്താണ്? 4ന്റെ ഫാക്ടേഴ്സ് ആണ്. 5ന്റെ ഫാക്ടർ നോക്കുമ്പോൾ 1ഉം 5ഉം മാത്രമേ ഉള്ളൂ 5ന്റെ ഫാക്ടേഴ്സ് വരുന്നത്. 6ന്റെ ഫാക്ടർ നോക്കുമ്പോൾ 1 2 3 and 6 ആണ് 6ന്റെ ഫാക്ടേഴ്സ്. 7ന്റെ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ 1 വരും, 7 വരും. 8ന്റെ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ ഏതൊക്കെ വരടാ? 1 വരും, 2 വരും, 4 വരും and 8 വരും. 9ന്റെ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ ഏതൊക്കെ വരും? 1 വരും, 3 വരും, 9 വരും. ഓക്കെ, അടുത്തത് 10ന്റെ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ 1 വരും, 2 വരും, 5 വരും and 10 വരും. ഇനി 11ന്റെ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ ഏതൊക്കെ വരും? 1 വരും, 11 വരും. ഓക്കെ, ഇനി 12ന്റെ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ 1 2 3 4 6 12. ഈ 13ന്റെ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ ഏതൊക്കെ വരും? 1 and 13 വരും. ഓക്കെ, സോ ഈ നമ്പേഴ്സിൽ ഞാൻ കുറച്ച് ആൾക്കാരെ മാർക്ക് ചെയ്യാം. 2 3 5 7 and 11 and 13. ഇത്രയും മാർക്ക് ചെയ്ത ആൾക്കാരെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവർക്ക് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? ആകെ 2 ഫാക്ടർ മാത്രമേ ഉള്ളൂ. അത് ഏതൊക്കെയാണ് വരുന്നത്? ഒരു ഫാക്ടർ എന്തായിരിക്കും? 1 ആയിരിക്കും. അടുത്ത ഫാക്ടർ എന്തായിരിക്കും? സെയിം നമ്പർ ആയിരിക്കും. ഇങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എ കൗണ്ടിങ് നമ്പർ ഈസ് കോൾഡ് പ്രൈം നമ്പർ ഇഫ് ഇറ്റ് ഹാസ് എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ്. എത്ര ഫാക്ടർ ഉണ്ടാകും? 2 ഫാക്ടർ മാത്രമേ ഉണ്ടാകുള്ളൂ. ആ ഫാക്ടർ ഏതൊക്കെ ആയിരിക്കും? itself and 1. അതെന്തായിരിക്കും? ആ സെയിം നമ്പർ തന്നെ ആയിരിക്കും. പിന്നെ അടുത്ത ഫാക്ടർ എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും. ഇങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെ, ഒരു കൗണ്ടിങ് നമ്പറിന് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? കോമ്പോസിറ്റ് നമ്പർ എന്ന് വിളിക്കാൻ പറ്റും. സോ പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ ഒരു കൗണ്ടിങ് നമ്പറിന് 2 ഫാക്ടർ മാത്രമാണെങ്കിൽ അവർ നമ്മൾ എന്ത് വിളിക്കും? പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കും. ആ ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? ഒരു ഫാക്ടർ എന്തായിരിക്കും? 1 ആയിരിക്കും. അടുത്ത ഫാക്ടർ എന്തായിരിക്കും? ആ സെയിം നമ്പർ തന്നെ ആയിരിക്കും. ഓക്കെ, ഇങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് വിളിക്കും? കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കും. ഇതൊക്കെയാണ് 100ന്റെയും 100ന്റെയും ഇടയിൽ വരുന്ന പ്രൈം നമ്പേഴ്സ്. എന്ത് ചെയ്യാം? ഒന്ന് ശ്രദ്ധിച്ചു വെക്കാം അല്ലെ. എല്ലാവരും എന്ത് ചെയ്യാം? ഈ നമ്പേഴ്സ് എന്ത് ചെയ്യാം? ഒന്ന് ശ്രദ്ധിക്കുക. ടോട്ടൽ 25 നമ്പേഴ്സ് ഉണ്ട് ഇൻ ബിറ്റ്വീൻ 1 and 100ന്റെ ഇടയിൽ. ടോട്ടൽ 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്.
ഓക്കെ, ഇനി നോക്കിക്കഴിഞ്ഞാൽ ദ സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഈസ് 2. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണ്? 2 ആണ്. അതേപോലെ തന്നെ ദ ഓൺലി ഈവൻ പ്രൈം നമ്പർ ഈസ് 2. അതായത് ഈവൻ ആയിട്ട് ആകെ ഒരൊറ്റ പ്രൈം നമ്പറേ ഉള്ളൂ, അത് ഏതാണ്? 2 ആണ്. ഓക്കെ, ഇനി നമുക്ക് പ്രത്യേക കേസ് പഠിക്കാണ്ട് 1. നമുക്കറിയാം 1 ആകെ ഫാക്ടർ ആയിട്ട് ഏത് മാത്രമേ വരുന്നുള്ളൂ? 1 മാത്രമേ വരുന്നുള്ളൂ. കറക്റ്റ്. അതായത് 1 എന്താ പ്രൈം നമ്പറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. പ്രൈം നമ്പർ ആവണമെങ്കിൽ എത്ര ഫാക്ടേഴ്സ് വേണം? 2 ഫാക്ടേഴ്സ് വേണം. ഇനി അവരെ കോമ്പോസിറ്റ് നമ്പറിൽ വെക്കാൻ പറ്റില്ല. കോമ്പോസിറ്റ് നമ്പറിന് എത്ര ഫാക്ടർ വേണം? മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർ എന്താകുള്ളൂ? കോമ്പോസിറ്റ് നമ്പർ ആകുള്ളൂ. പക്ഷെ 1 അത്ര ഫാക്ടർ ഉള്ളൂ, ഒരൊറ്റ ഫാക്ടർ മാത്രമേ ആർക്കുള്ളൂ? 1 മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് എന്താണ് 1 ഒരു യുണീക് നമ്പർ ആണ്. ഇറ്റ് നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ്. 1 എന്തല്ല പ്രൈം നമ്പറും അല്ല, കോമ്പോസിറ്റ് നമ്പറും അല്ല. 1 എന്തല്ല പ്രൈം നമ്പറും അല്ല, കോമ്പോസിറ്റ് നമ്പറും അല്ല. ക്ലിയർ ആണല്ലോ. അതേപോലെ തന്നെ ദ ലീസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ഈസ് 4. അതായത് ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പർ ഏതാ വരുന്നത്? 4 ആണ് വരുന്നത്, അല്ലെ? ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പർ ഏതാ വരുന്നത്? 4 ആണ് വരുന്നത്. അതേപോലെ തന്നെ ദ ലീസ്റ്റ് ഓഡ് കോമ്പോസിറ്റ് നമ്പർ ഈസ് 9. ഏറ്റവും ചെറിയ ഓഡ് കോമ്പോസിറ്റ് നമ്പർ ഏതാ വരുന്നത്? 9 ആണ് വരുന്നത്. ഓക്കെ, സോ ശ്രദ്ധിക്കേണ്ട, മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഈവൺ ആയിട്ട് വരുന്ന ഒരൊറ്റ പ്രൈം നമ്പർ മാത്രമേ ഉള്ളൂ, അത് ഏതാണ്? 2 ആണ്. 1ന്റെ കേസും ശ്രദ്ധിക്കാം. ഓക്കെ, ഈ 2 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും നല്ല വ്യക്തമായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കാം ഡെസിമൽ നമ്പേഴ്സ്. നോക്കാം, ഡെസിമൽ നമ്പേഴ്സിനെ നമുക്ക് 2 ആക്കി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും: ടെർമിനേറ്റിംഗും നോൺ ടെർമിനേറ്റിംഗും. ടെർമിനേറ്റിംഗിന് എക്സാമ്പിൾ ആണ് 0.1, 0.2, 0.14, 1, 2, 3, 4 എക്സെട്ര. ഇതൊക്കെ എന്താണ്? ടെർമിനേറ്റിംഗ് ആണ്. നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറയുമ്പോൾ 0.333 എക്സെട്ര, 0.444 എക്സെട്ര, 0.555 എക്സെട്ര, 0.1234 എക്സെട്ര. ഇങ്ങനെ ഒരു അന്തമില്ലാതെ പോകുന്ന, ഒരു ഇൻഫിനിറ്റി വരെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇൻഫിനിറ്റി വരെ പോകുന്ന ആൾക്കാരാണ് നമുക്ക് എന്ത് വിളിക്കുന്നത്? നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. അങ്ങനത്തെ ആൾക്കാരാണ് എന്ത് വിളിക്കുന്നത്? ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സിനെ നമുക്ക് എന്തിന്റെ അണ്ടറിൽ വരുത്താൻ പറ്റും? റാഷണൽ നമ്പറിന്റെ അണ്ടറിൽ എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുവരാൻ പറ്റും. എന്താണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു? P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിച്ചേക്കുന്നത്? റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിച്ചേക്കുന്നത്, അല്ലെ? P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മൾ എന്ത് വിളിച്ചേക്കുന്നത്? റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിച്ചേക്കുന്നത്. സോ ഈ ഡെസിമൽ നമ്പേഴ്സിനെ, ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? P/Q ഫോമിൽ എഴുതാൻ പറ്റും. നമുക്ക് അറിയുന്ന കേസാണ്. നമുക്ക് എന്ത് ചെയ്യാം? 0.1 എങ്ങനെ എഴുതാൻ പറ്റും? 1/10 എന്ന് എഴുതാൻ പറ്റുമല്ലോ, P/Q ഫോം ആയി. ഓക്കെ, 0.2 എന്ത് എഴുതാൻ പറ്റും? 2/10 എന്ന് എഴുതാൻ പറ്റുമല്ലോ. അതേപോലെ തന്നെ 0.14 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 14/100 എന്ന് എഴുതാൻ പറ്റും. എന്തുകൊണ്ട് അവിടെ 100 വന്നത്? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ എത്ര പ്ലേസ് ഉണ്ട്? 2 പ്ലേസ് ഉണ്ട്. മുകളിലത്തെ കേസ് നോക്കുകയാണെങ്കിൽ ഡെസിമൽ കഴിഞ്ഞ ആകെ ഒറ്റ പ്ലേസ് ഉള്ളൂ. സോ ഒരു 0 കൊടുക്കും. ഇവിടെ ഡെസിമൽ കഴിഞ്ഞ എത്ര പ്ലേസ് വരുന്നുണ്ട്? 1, 2, 3, 4. അപ്പം 1, 2, 3, 4 ഡിവൈഡ് ബൈ എത്ര? 1, 2, 3, 4 പൂജ്യം കൊടുക്കാം. സോ 0.1234 എങ്ങനെ എഴുതാൻ പറ്റും? 1234 ഡിവൈഡ് ബൈ 10,000 എന്ന് എഴുതാൻ പറ്റും. സോ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സിന് എന്താണ്? P/Q ഫോം എഴുതാൻ പറ്റും. അതുകൊണ്ട് അവരെന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ്. ഈ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ആക്കി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് റിപ്പീറ്റിംഗും, അടുത്ത എന്താണ്? നോൺ റിപ്പീറ്റിംഗ്. അടുത്ത എന്താണ്? നോൺ റിപ്പീറ്റിംഗ്. റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ ടൈപ്പ് ഓഫ് ആൾക്കാർ ഒരു പ്രത്യേക പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്താണ്? റിപ്പീറ്റിംഗ് റാഷണൽ നമ്പേഴ്സ് ആണ്. ഒരു പ്രത്യേക പാറ്റേൺ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതേപോലെ വരുന്ന ആൾക്കാർ എന്താണ്? നോൺ റിപ്പീറ്റിംഗ് റാഷണൽ നമ്പേഴ്സ് ആണ്. അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? P/Q ഫോമിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? എഴുതാൻ പറ്റില്ല. നോൺ റിപ്പീറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? P/Q ഫോമിൽ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് അവരെന്ത് വിളിക്കാൻ പറ്റും? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, പക്ഷെ റിപ്പീറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ്, അല്ലെ, ഈ 0.3 ഒരു പ്രത്യേക പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? P/Q ഫോമിൽ എഴുതാൻ പറ്റും. അവരെന്തായിരിക്കും? അപ്പം റാഷണൽ നമ്പേഴ്സിന് അണ്ടറിലാണ് വരുന്നത്. നമ്മളെ പയ്യൊക്കെ ഈ കാറ്റഗറിയിലാട്ടോ വരിക. ഓക്കെ, ഇനി എങ്ങനെയാണ് റിപ്പീറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സിനെ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കാം, ഫോർ എക്സാമ്പിൾ നോക്കാം. ഇപ്പം 0.333 എക്സെട്ര. ഇതിന് എനിക്ക് എന്ത് എഴുതാം? 0.3 ബാർ എന്ന് എഴുതാൻ പറ്റും. ആരാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അയാളുടെ മുകളിൽ എന്ത് ചെയ്യാം? ഒരു ബാർ കൊടുക്കാം.
അപ്പം 0.333 എക്സെട്ര എനിക്ക് എന്ത് എഴുതാൻ പറ്റും 0.3 ബാർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ എത്ര നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? ആകെ 3 മാത്രമല്ല റിപ്പീറ്റ് ചെയ്യുന്നത്, ഒരു നമ്പർ മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ഇയാൾ നമുക്ക് പി ബൈ ക്യൂ ഫോം എഴുതുമ്പോൾ 3/9 കൊടുക്കാം. അതായത് എത്ര നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും 9 എന്ത് ചെയ്യാം ഡിനോമിനേറ്റർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ പി ബൈ ക്യൂ ഫോമിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 0.222 എക്സെട്ര. 0.222 ഇവിടെ ആരാ റിപ്പീറ്റ് ചെയ്യുന്നത്? 2 ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 0.2 ബാർ എന്ന് എഴുതാൻ പറ്റും. വിച്ച് ഇസ് ഇക്വൽ ടു എത്ര നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? ആകെ ഒരു നമ്പർ മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. സോ എന്ത് എഴുതാൻ പറ്റും? 2/9 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ 0.121212 എക്സെട്ര. ഓക്കെ, 0.1212 എക്സെട്ര എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 0.12 ബാർ എന്ന് എഴുതാൻ പറ്റും. ഇവിടെ എത്ര നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 2 നമ്പേഴ്സ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 2 നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എത്ര 9 നമ്മൾ ഇട്ട് കൊടുക്കും? 2 9 ഇട്ട് കൊടുക്കണം. സോ എത്ര വരും? 12/29 എന്ന് വരും. ഓക്കെ, സോ 0.1212 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 12/39 സോറി 99 29 അല്ല 99 12/99 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഞാൻ അടുത്ത കേസ് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോ 1.22 എക്സെട്ര ഇവരെ നമുക്ക് എങ്ങനെ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റും? നമുക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെ വരും. എന്താ 1.22 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1.2 ബാർ എന്ന് എഴുതാൻ പറ്റും. വിച്ച് ഈസ് ഇക്വൽ ടു 1 പ്ലസ് 0.2 ബാർ അല്ലത് അല്ലെ. 1.222 എക്സെട്ര എനിക്ക് എന്താ പറ്റും? 1 പ്ലസ് 0.2 ബാർ എന്ന് എഴുതാൻ പറ്റും. വിച്ച് ഈസ് ഇക്വൽ ടു 1 പ്ലസ് 0.2 ബാർ നമുക്ക് എങ്ങനെ എന്താ പറ്റും? എത്ര ഇവിടെ നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? ഒരൊറ്റ നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. സോ 2/9 എന്ന് എഴുതാം. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 9 പ്ലസ് 2/9 വിച്ച് ഈസ് ഇക്വൽ ടു 11/9. സോ 1.2222 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 11/9 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് പി ബൈ ക്യൂ ഫോം എഴുതി. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ 0.1222 എക്സെട്ര. ഓക്കെ, സോ ഇവിടെ 1 കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? 2 റിപ്പീറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? 0.12 ബാർ എന്ന് എഴുതാം. ഓക്കെ, 0.12 ബാർ. ഈ ബാർ ആർക്ക് മാത്രമേ ഉള്ളൂ? 0.12 ബാർ. ഈ ബാർ ആർക്ക് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ 0.12 ബാർ എന്ന് എഴുതുമ്പോൾ നോക്കാം ഇവിടെ ആരാണ് നമ്പർ ഏതാ കിട്ടിയത്? 12 ആണ് കിട്ടിയത്. ഇയാളെ പി ബൈ ക്യൂ ഫോമിൽ എഴുതുമ്പോൾ നമ്പർ ഏതാ കിട്ടിയത്? 12 ആണ്. 12 എന്ത് മൈനസ് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യാത്ത നമ്പറിന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്തും? ആ നമ്പറിനെ എഴുതും. നമ്പർ എഴുതി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യാത്ത നമ്പർ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. സോ ഇവിടെ 2 ആണ് റിപ്പീറ്റ് ചെയ്തത്. ആര് റിപ്പീറ്റ് ചെയ്യുന്നില്ല? 1 എന്ത് ചെയ്യുന്നില്ല? റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ 12 എന്ത് മൈനസ് ചെയ്യും? 1 മൈനസ് ചെയ്യും. ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും 9 ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരൊറ്റ നമ്പർ മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. സോ അത്രയും 9 ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത കേസിൽ ഇനി എത്ര നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നില്ല അത്രയും എന്ത് ചെയ്യാം? 0 ഇട്ട് കൊടുക്കാം. സോ എന്ത് കിട്ടും? 12 മൈനസ് 1/90 എന്ന് കിട്ടും. വിച്ച് ഈസ് ഇക്വൽ ടു 11/90. 11/90 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? 0.1222 എക്സെട്ര ആയിരിക്കും. എന്താ ചെയ്തേക്കുന്നത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ആ നമ്പറിനെ എഴുതും. നമ്പറിന് എന്ത് മൈനസ് ചെയ്യും? റിപ്പീറ്റ് ചെയ്യാത്ത നമ്പറിന് എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ആണോ റിപ്പീറ്റ് ചെയ്യുന്നത് അത്രയും 9 ഇട്ട് കൊടുക്കും. അതേപോലെ തന്നെ എത്ര നമ്പേഴ്സ് ആണോ റിപ്പീറ്റ് ചെയ്യാത്തത് അത്രയും എന്തിട്ട് കൊടുക്കും? 0 ഇട്ട് കൊടുക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് എഴുതി വെക്കാം. ഒരു എക്സാമ്പിളും കൂടി എഴുതാം. എന്താണ്? 0.24363636 എക്സെട്ര. ഇവിടെ ആരാ റിപ്പീറ്റ് ചെയ്യുന്നത്? 36 ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ 0.2436 ബാർ എന്ന് എഴുതാം. ഓക്കെ, 0.2436 ബാർ എന്ന് എഴുതാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും? ആദ്യം നമ്മൾ നമ്പറിന് എഴുതും. പി ബൈ ക്യൂ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? നമ്പറിന് എഴുതും. ഇവിടെ നമ്പർ ഏതാ കിട്ടിയത്? 2436 ആണ്. 2436 നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 24 മൈനസ് ചെയ്യണം. എന്താ 24 എങ്ങനെ കിട്ടിയത്? ഏതാണോ റിപ്പീറ്റ് ചെയ്യാത്ത പാർട്ട് ആ പാർട്ട് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. സോ 2436 24 മൈനസ് ചെയ്യുക. ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ആണോ റിപ്പീറ്റ് ചെയ്യുന്നത് അത്രയും 9 കൊടുക്കാം
അല്ലെ, രണ്ട് നമ്പേഴ്സ് 3, 6 ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ അത്രയും 9 കൊടുക്കും. എത്ര നമ്പേഴ്സ് ആണോ റിപ്പീറ്റ് ചെയ്യാത്തത് അത്രയും 0 കൊടുക്കാം. അല്ലെ, എത്ര നമ്പേഴ്സ് 2, 4 രണ്ട് നമ്പേഴ്സ് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ അത്രയും 0 കൊടുക്കും. ഓക്കെ, ഇനി 2, 4, 3, 6 24 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുക, 2, 4, 1, 2 എന്ന് കിട്ടും. ഡിവൈഡ് ബൈ 9, 9, 0, 0. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 0.243636 എക്സെട്ര എന്ന് കിട്ടും. ഓക്കെ, സോ ഡെസിമൽ നമ്പേഴ്സ് രണ്ടാക്കി ക്ലാസിഫൈ ചെയ്ത് ടെർമിനേറ്റിംഗും നോൺ ടെർമിനേറ്റിംഗും. ടെർമിനേറ്റിംഗ് നമുക്ക് എന്തിന്റെ അണ്ടറിൽ പെടുത്താൻ പറ്റും, റാഷണൽ നമ്പറിന്റെ അണ്ടറിൽ പെടുത്താൻ പറ്റും. ഈ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ് വീണ്ടും രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തു, റിപ്പീറ്റിംഗും നോൺ റിപ്പീറ്റിംഗും. റിപ്പീറ്റിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, P/Q ഫോമിൽ എഴുതാൻ പറ്റും. നോൺ റിപ്പീറ്റിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, P/Q ഫോമിൽ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് അവരെന്താണ്, ഇർറാഷണൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഞാൻ അടുത്തെന്താ പഠിക്കാനുള്ളത്, കോ പ്രൈം നമ്പേഴ്സ്. ഈ കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 8ഉം 15 എടുക്കാം അല്ലെ. 8ഉം 15 എന്താണ്, കോ പ്രൈം നമ്പേഴ്സ് ആണ്. എന്തുകൊണ്ടാണ് അവർ കോ പ്രൈം ആയത് നോക്കാം. 8ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ വരുന്നത്, 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്. ഈ 15ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ വരുന്നത്, 1 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 5 വരുന്നുണ്ട് ആൻഡ് 15 വരുന്നുണ്ട്. ഇനി രണ്ടിലും നോക്കിക്കഴിഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്ന ഒരൊറ്റ ഫാക്ടർ മാത്രമേ ഉള്ളൂ, 1. ഇങ്ങനെ കോമൺ ഫാക്ടേഴ്സ് 1 മാത്രമാണെങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, കോ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. സോ കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ കോ പ്രൈം നമ്പേഴ്സ് ഡു നോട്ട് ഹാവ് എനി കോമൺ ഫാക്ടർ അതർ ദാൻ 1. അതായത് 1 അല്ലാതെ വേറൊരു കോമൺ ഫാക്ടറും അവർക്ക് ഉണ്ടാകൂല. അതായത് രണ്ട് നമ്പേഴ്സിന്റെ കോമൺ ഫാക്ടർ 1 മാത്രമാണെങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, കോ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. അടുത്ത എക്സാമ്പിൾ നോക്കിയേ, 9, 10 അല്ലെ. 9ഉം 10ഉം ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ 9ന്റെ ഫാക്ടേഴ്സ് 1, 3, 9. 10ന്റെ ഫാക്ടേഴ്സ് 1, 2, 5 ആൻഡ് 10. കോമൺ ആയിട്ട് ആര് മാത്രമേ വരുന്നുള്ളൂ, 1 മാത്രമേ വരുന്നുള്ളൂ. സോ 9ഉം 10ഉം എന്താണ്, കോ പ്രൈം നമ്പേഴ്സ് ആണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ്, 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആർ ഓൾവേസ് കോ പ്രൈം നമ്പേഴ്സ്. എന്താണ്, രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അതായത് അടുത്തടുത്ത് വരുന്ന രണ്ട് നമ്പേഴ്സ് എപ്പോഴും എന്തായിരിക്കും, കോ പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ 15 ആൻഡ് 16. 15ഉം 16ന്റെ കോമൺ ഫാക്ടർ എന്ത് മാത്രമേ വരുള്ളൂ, 1 മാത്രമേ വരുള്ളൂ. കോ പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. ഈ 1001ഉം 1002ഉം എടുത്തു കഴിഞ്ഞാലും കോമൺ ഫാക്ടർ എന്ത് മാത്രമേ വരുള്ളൂ, 1 മാത്രമേ വരുള്ളൂ. സോ അവരെന്തായിരിക്കും, കോ പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. സോ കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ കോമൺ ഫാക്ടർ 1 മാത്രമാണെങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, കോ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. ഇനി ശ്രദ്ധിക്കേണ്ട പോയിന്റ്, രണ്ട് കോ പ്രൈം നമ്പേഴ്സിന്റെ HCF എന്തായിരിക്കും, കോമൺ ഫാക്ടർ എന്താ, HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. കോമൺ ഫാക്ടർ 1 ആണെങ്കിൽ HCF എന്തായിരിക്കും, ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്തായിരിക്കും, 1 തന്നെ ആയിരിക്കും. സോ അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, രണ്ട് കോ പ്രൈം നമ്പേഴ്സിന്റെ HCF എന്തായിരിക്കും, 1 ആയിരിക്കും. രണ്ട് കോ പ്രൈം നമ്പേഴ്സിന്റെ HCF എന്തായിരിക്കും, 1 ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പെർഫെക്റ്റ് നമ്പേഴ്സ്. പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ നോക്കാം, 6. ഓക്കെ, 6 നോക്കി കഴിഞ്ഞാൽ 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ വരുന്നത്, 6ന്റെ ഫാക്ടേഴ്സ് 1, 2, 3, 6. ഇതിൽ 6നെ ഒഴിവാക്കി ബാക്കിയുള്ള ഫാക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 1 + 2 + 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 6 തന്നെ കിട്ടും. ഇങ്ങനെ ആ സെയിം നമ്പർ അല്ലാത്ത ബാക്കിയുള്ള ഫാക്ടേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ അതേ നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. എ നമ്പർ ദ സം ഓഫ് ഹൂസ് ഫാക്ടേഴ്സ് എക്സെപ്റ്റ് ദ നമ്പർ ഇറ്റ്സെൽഫ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഈസ് കോൾഡ് ആസ് എ പെർഫെക്റ്റ് നമ്പർ. അതായത് ആ സമ്മേഴ്സ് അല്ലെ, ആ നമ്പറിന്റെ എല്ലാ ഫാക്ടേഴ്സും ഏതൊഴിച്ച് ആ സെയിം നമ്പർ ഒഴിച്ച് വരുന്ന ബാക്കിയുള്ള എല്ലാ ഫാക്ടേഴ്സും ആഡ് ചെയ്യുമ്പോൾ അതേ നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, സോ എക്സാമ്പിൾ 6, 28. പിന്നെ അടുത്ത എക്സാമ്പിൾ ഏതാ വരുന്നത്, 496 ആ വരുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. സോ ഇന്ന് നമ്മൾ എടുത്തത് കോണ്ടിലെ പക്കാ ബേസിക് ഇൻട്രൊഡക്ഷൻ ക്ലാസ് പോലെയാണ് എടുത്തത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആണ്. ഇത് വെച്ചിട്ടുള്ള ബാക്കി പ്രോബ്ലംസ് ആണ് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ടുള്ള സെക്ഷനിൽ വരാം. സോ ബാക്കി എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ബാക്കി നെക്സ്റ്റ് ക്ലാസ് നോക്കാം. താങ്ക് യു.